പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 8-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞോട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് കരം ഉയർത്തി പിടിച്ച് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നലത്തെ കർത്താവെ കാത്തിരിപ്പ് യോഗത്തെ അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ നടുവിൽ വ്യാപരിച്ചതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 103-ാം സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും നമുക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചതിന്, കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചതിന്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതിന്, നമ്മളെ രക്തത്താൽ കഴുകിയതിന്, നമ്മളെ മക്കളാക്കി തീർത്തതിനൊക്കെ നമുക്ക് ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ഏകാഗ്രതയോടെ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. ആരും അശ്രദ്ധരായിരിക്കരുത്. വളരെ പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായി ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും വ്യക്തിപരമായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങനെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈകൾക്കുള്ള നംനസ്സുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള നംനസ്സുകളും, കൈക്കും മുഖത്തിനുമൊക്കെയുള്ള നംനസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. അതുപോലെ തന്നെ ഡയബറ്റീസിനാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജോയിൻറ്റ് പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. മറവി രോഗത്താൽ ഭാരപ്പെടുന്നവർ, പെട്ടെന്ന് കാര്യങ്ങൾ മറന്നുപോകുന്നു, ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവർ ഓർമ്മശേഷി മടങ്ങി വരട്ടെ. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ബിസിനസ് ചെയ്യുന്നു, ഒരു മുന്നേറ്റം അനുഭവിക്കാൻ കഴിയാതെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് ബിസിനസ്സിൽ മുന്നേറ്റം ഉണ്ടാകട്ടെ, ദൈവിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ, പ്രോഫിറ്റബിളായി മാറട്ടെ. അതുപോലെ കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ യൗവനക്കാരുടെ മേൽ പ്രത്യേക ആത്മശക്തിയെ കർത്താവ് പകരുന്നതിനായി സ്തോത്രം. പ്രത്യേക ബലത്തെ കർത്താവ് പകരുന്നതിനായി സ്തോത്രം. അങ്ങേക്കൊന്നും തന്നെ അസാധ്യമല്ലല്ലോ. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപയിൽ പൊതിയണം. ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങൾ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. കർത്താവെ, അഭിഷിക്തന്മാരെ ഉപയോഗിക്കണം. കർത്താവെ, തൻ്റെ ജനത്തെ രക്തം കൊണ്ട് മറയ്ക്കണം. വലിയ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ്സ് ഉണ്ടാകും. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഞങ്ങളെ അറിയിച്ചാൽ അത് നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ കഴിയും. കൂടാതെ അത് മുഖാന്തരം ദൈവനാമം മഹിമപ്പെടും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യും. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് സങ്കീർത്തനം 66:3. സങ്കീർത്തനങ്ങൾ 66:3 ഇങ്ങനെ പറയുന്നത്, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, അങ്ങയുടെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങുന്നു. അങ്ങയുടെ പ്രവൃത്തിയുടെ, അങ്ങയുടെ ശക്തിയുടെ വലുപ്പത്താൽ,
അങ്ങയുടെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. അങ്ങയുടെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം. ഹല്ലേലൂയ. ഇതൊരു അസാധാരണമായ സത്യത്തെയാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ വിളിച്ചറിയിക്കുന്നത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമാണ്. ആകാശം കർത്താവിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നു, ആകാശത്തിൻ്റെ ഭൂമി കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നു. ഈ കാണുന്ന സകലതും നമ്മുടെ കർത്താവിൻ്റെ ബലത്തെയാണ് വർണ്ണിക്കുന്നത്, അല്ലെങ്കിൽ ഓസം പവർ ഓഫ് ഗോഡ്. അപ്പം ഈ കാണുന്ന എല്ലാം തന്നെ കർത്താവിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പറയുക, ആമേൻ, അങ്ങയുടെ ശക്തിയാൽ സകല ശത്രുക്കളും അങ്ങേക്ക് കീഴടങ്ങുന്നു. അപ്പം കർത്താവിൻ്റെ ശക്തി മുഖാന്തരം, ആ ശക്തിയുടെ വലിപ്പം മുഖാന്തരം നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നതെല്ലാം തന്നെ കീഴടങ്ങുക. അത് പൈശാചിക ശക്തികളും സ്പിരിച്വൽ ഫോഴ്സസ്, അതുപോലെ തന്നെ മാനുഷിക ശക്തികളാണെങ്കിലും എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്നോ, അല്ലെങ്കിൽ അത് രോഗമായിക്കോട്ടെ, പേടിയായിക്കോട്ടെ, ജീവിതത്തിലെ താമസങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവമക്കളെ നമ്മുടെ മുമ്പിൽ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചത് ഭയമില്ലാതെ, തോൽവിയില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ. കാരണം അവൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കൂടെയുണ്ട്, അവൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ താൻ ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സിന് വേണ്ടി ഒരു രാജ്യത്തിലേക്ക് പോകാനായി, ഒരു വിസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്ക് പോകാനുള്ള പേപ്പർ വർക്കിന് വേണ്ടി തയ്യാറെടുത്തു. ഏകദേശം 2 വർഷത്തോളം ഈ ചെറുപ്പക്കാരൻ ആ പേപ്പർ വർക്കിൻ്റെ പുറകെ പോയി. ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോകുന്നില്ല, ഡിലേ ആണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം ഈ ഡിലേ ശക്തമായി കഴിഞ്ഞപ്പോൾ ഈ വാക്യം, ഈ സങ്കീർത്തനം 66:3 അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഈ സങ്കീർത്തനം 66:3 അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആ സാഹചര്യത്തെ നോക്കി പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമാകുന്നു കർത്താവേ, അങ്ങയുടെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഏകദേശം ഈ 2 വർഷമായിട്ട് നടക്കാതെ പോയ കാര്യം ഈ വചനം ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് സാധിക്കുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക വചനങ്ങളെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. ആ വചനങ്ങളെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യണം. ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ശക്തി വലുതാണെന്നും അങ്ങയുടെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങുന്നു എന്നും പ്രഖ്യാപിക്കുക. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം എന്താണോ അതിനെ ലിസ്റ്റ് ചെയ്യുക, അതിനെ എഴുതി വെക്കുക. എന്നിട്ട് ആ പ്രതികൂലത്തെ നോക്കിയിട്ട് ഈ വചനം വിശ്വാസത്തോടുകൂടെ പറയുക, കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ ശത്രുക്കൾ കീഴടങ്ങും, അങ്ങയുടെ ശക്തി വലുതാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നിട്ട് വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോവുക. നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇതുവരെ കാണാതിരുന്ന ചില അത്ഭുതങ്ങൾ കാണുവാൻ കർത്താവ് സഹായിക്കും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ രാവിലെ ഈ പ്രഭാതത്തിൽ ഡിക്ലെയർ ചെയ്യണം, കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ ഭയങ്കരമാകുന്നു, അങ്ങയുടെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണോ അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ വചനത്തെ പറയുക. ഇതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, എന്നിട്ട് വിശ്വസിക്കുക, എന്നിട്ട് അതിന്മേൽ ജയത്തോടെ നടക്കുക. വേഗത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. കർത്താവ് ഈ വചനത്താൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ അത്ഭുതമാക്കി മാറ്റട്ടെ, ജയാളികളാക്കി മാറ്റട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.